ഏവർക്കും സ്വാഗതം. വണക്കം. ഇന്ന് 24-ാം സങ്കീർത്തനത്തിൻ്റെ 7-ാം വാക്യത്തെ കേന്ദ്രീകരിച്ച് ഒരേ ഒരു ചിന്ത ഏവരുമായി പങ്കിടുകയാണ് എൻ്റെ ലക്ഷ്യം. അതിൽ വളരെ വിചിത്രമായ ഒരു ഉത്ബോധനമാണ് ഉൾക്കൊണ്ടിരിക്കുന്നത്. അതിപ്രകാരമാണ്: വാതിലുകളെ, നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേയുള്ള കതകുകളെ ഉണർന്നിരിപ്പീൻ, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. ഈ സങ്കീർത്തനം, അതായത് 24-ാം സങ്കീർത്തനം, മനഃപ്പാഠം അറിയാത്തവർ വളരെ ചുരുക്കമാണ് എന്നാണ് ഞാൻ ധരിച്ചിരിക്കുന്നത്. എനിക്ക് പോലും ഇത് ഏതാണ്ട് വശമാണ്. അതുകൊണ്ട് വളരെ ആത്മധൈര്യത്തോടെ എന്നെ കേൾക്കുന്ന ഒട്ടുമുക്കാലും ആളുകൾക്ക് വളരെ പരിചിതമാണ് ഈ സങ്കീർത്തനം എന്ന ഒരു ആശ്വാസത്തിൽ 7-ാം വാക്യത്തെയും അതിനോട് സമമായ 9-ാം വാക്യത്തെയും, 7-ാം വാക്യവും 9-ാം വാക്യവും ഒരുപോലെ തന്നെയാണ് ആരംഭിക്കുന്നത് എന്ന് എവർക്കും അറിയാം. അത് വാതിലുകളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഇപ്രകാരം പ്രസ്താവിക്കുന്നത്. വാതിലുകൾ എങ്ങനെയാണ് തല ഉയർത്തുന്നത്? അടഞ്ഞിരിക്കുന്ന കതകുകൾ എങ്ങനെയാണ് തുറക്കുന്നത്? അതിൻ്റെ ആവശ്യം എന്താണ് എന്നതിനെപ്പറ്റി ഈ സങ്കീർത്തനം ബാല്യകാലത്തിൽ കാണാതെ പഠിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ അല്പം പോലും ഗ്രാഹ്യമുണ്ടായിരുന്നില്ല എന്ന് അല്പം ലജ്ജയോടെ, സങ്കോചത്തോടെ സമ്മതിക്കാതെ തരമില്ല. ഇപ്പോഴും അതിൻ്റെ എല്ലാ ആശയ തലങ്ങളെയും എനിക്ക് വ്യക്തമായി അറിവുണ്ട്, അല്ലെങ്കിൽ പരിചയമുണ്ട് എന്ന അവകാശം എനിക്കില്ല. എങ്കിലും ബാല്യകാലത്തിൽ നിന്ന് അല്പം മുൻപോട്ട് സഞ്ചരിക്കുവാൻ ഇടയായതിൽ ഞാൻ സന്തോഷിക്കുന്നു. അത് ഞാൻ കൃതാർത്ഥനാണ്. ആ ഒരു സഞ്ചാരത്തിൻ്റെ നന്മ നിങ്ങളിലേക്ക് പകരുവാനുള്ള ആവേശം എന്നെ പ്രചോദിപ്പിക്കുന്നത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാമെന്ന് ഞാൻ തീരുമാനിച്ചു. വേദപുസ്തകം, മൂല മതഗ്രന്ഥങ്ങൾ, സ്ക്രിപ്ചേഴ്സ് പൊതുവെ പ്രതീകാത്മകമായ ഭാഷയിലാണ് സംസാരിക്കുന്നത് എന്ന് പറയാതെ തന്നെ നമുക്ക് ഏവർക്കും അറിയാം. ഈ പ്രതീകങ്ങൾ ഓരോ വ്യക്തിയോടും അവൻ്റെ അവസ്ഥയോട്, അല്ലെങ്കിൽ അവസ്ഥയ്ക്ക് അനുബന്ധമായി, അല്ലെങ്കിൽ അവസ്ഥയോട് യോജിച്ച് സംവാദിച്ചുകൊണ്ടേയിരിക്കുമെന്നതാണ് പ്രതീകങ്ങളുടെ ഒരു പ്രത്യേകതയും സൗന്ദര്യവും. ഇത് സാഹിത്യത്തിൻ്റെ വിഷയമായതുകൊണ്ട് ഞാൻ കൂടുതലായി ആ ദിശയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുവാൻ താല്പര്യപ്പെടുന്നില്ല. നമുക്ക് ഈ ഒരു വാക്യത്തിൻ്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. വാതിലുകളെ, നിങ്ങളുടെ തലകളെ ഉയർത്തു. വാതിലുകൾക്ക് തലയില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ ഇത് ആക്ഷരികമായ ഒരു ഉത്ബോധനമല്ല. വാതിലുകളെ, നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേ ഉള്ള കതകുകളെ ഉണർന്നിരിപ്പീൻ. എങ്ങനെയാണ് കതകുകൾ ഉണർന്നിരിക്കുന്നത്? കതകുകൾ ഉണരുക എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇത് അറിയുവാൻ ഏവർക്കും താല്പര്യമുണ്ടായിരിക്കും. അത് മതഭേദമന്യേ ഏവർക്കും താല്പര്യമുണ്ടായിരിക്കും എന്നതാണ് എൻ്റെ പ്രത്യാശ. മനുഷ്യരുടെ അവസ്ഥ എന്താണ് എന്ന ഒരു സൂചന ഇവിടെയുണ്ട്. അതായത് നൈസർഗികമായ മനുഷ്യ സ്വഭാവം, നാച്ചുറൽ ഹ്യൂമൻ സ്റ്റേറ്റ്, മനുഷ്യ സ്വഭാവത്തിൻ്റെ ആ നൈസർഗികമായ അല്ലെങ്കിൽ പ്രാകൃതമായ, ഞാൻ പ്രാകൃതം എന്ന വാക്ക് ഉപയോഗിക്കാൻ ആദ്യം മടിച്ചത് അതിലൊരു
മുൻവിധി ഉണ്ടാകരുത് എന്ന് വിചാരിച്ചിട്ടാണ്. എന്നാലും അത് നാം അർത്ഥം അന്വേഷിച്ചു വരുമ്പോൾ ഇത് വ്യക്തമാകും. മനുഷ്യൻ്റെ സ്വഭാവത്തിൽ, അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രത്യേകമായ യാഥാർത്ഥ്യം തിരിച്ചറിയേണ്ട ആവശ്യം എല്ലാവർക്കുമുണ്ട്. ഇതറിയാൻ വയ്യാത്തത് കൊണ്ട്, ഇത് തിരിച്ചറിയാത്തത് കൊണ്ട് പലരും പലവിധമായ നിലപാടുകൾ എടുക്കുന്നു. ആ നിലപാടുകൾക്ക് അവരെ കേൾക്കുന്ന ആളുകളുടെ അവസ്ഥ അനുസരിച്ച് വലിയ സ്വീകാര്യതയുണ്ടാകുന്നു. അവർ കരഘോഷം പ്രാപിക്കുന്നു. അവർ സാംസ്കാരിക നേതാക്കന്മാരായി അംഗീകരിക്കപ്പെടുകയും മാനിക്കപ്പെടുകയും ചെയ്യുന്നു. എങ്കിലും ഈ വലിയ വലിയ അധ്വാനത്തിൻ്റെ പരിണിത ഫലം ഇങ്ങനെ അധ്വാനിച്ച് നടക്കുന്നവർക്കും അവരുടെ പുറകെ പോകുന്നവർക്കും ആത്മീയവും മാനുഷികവുമായ ദാരിദ്ര്യം മാത്രമാണ്. അതാർക്കും സംഭവിക്കാതിരിക്കട്ടെ എന്ന കരുതൽ കൊണ്ട് മാത്രമാണ് ഈ ചിന്ത ഞാൻ പങ്കിടുവാൻ ഇപ്പോൾ താല്പര്യപ്പെടുന്നത്. നമുക്കിത് കൃത്യമായി മനസ്സിലാക്കാൻ ശ്രമിക്കും. മനുഷ്യൻ്റെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യ സ്വഭാവത്തിൻ്റെ സർവലൗകികമായ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അതെപ്പോഴും അടഞ്ഞിരിക്കും. നമുക്ക് ഭവനത്തിൽ നാം വീടുണ്ടാക്കുമ്പോൾ വാതിലുകൾ പണിയാറുണ്ട്. ഈ വാതിലുകൾ എപ്പോഴും അടച്ചിടാൻ മാത്രമുള്ളതല്ല. അടച്ചിടുന്നത് പോലെ പ്രാധാന്യം അർഹിക്കുന്നതാണ് തുറന്നിടുന്നതും. അടയ്ക്കുന്നതും തുറക്കുന്നതും കുറഞ്ഞ പക്ഷം തുല്യ പ്രാധാന്യമുള്ളതാണ്. എന്നാൽ ചില സാഹചര്യങ്ങളുടെ പ്രത്യേകത അനുസരിച്ച് അടയ്ക്കുന്നതിനോ തുറക്കുന്നതിനോ ആ സാഹചര്യത്തിൽ കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കേണ്ടി വരും. ഉദാഹരണമായിട്ട് നിങ്ങളുടെ വീടിൻ്റെ വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്, അവിടെ ഒരു പാമ്പിഴഞ്ഞ് കയറാൻ പോകുന്നു. അപ്പോൾ ആ വാതിൽ അടയ്ക്കുക എന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. നിങ്ങൾ പറയുകയാണില്ല, വാതിലുണ്ടെങ്കിൽ തുറന്നു തന്നെ ഇടണം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അപകടമുണ്ടാകും. അതുപോലെ രാത്രിയിൽ നാം ഉറങ്ങാൻ പോകുമ്പോൾ സുരക്ഷിതരായി ഉറങ്ങുന്നതിന് വേണ്ടി വീടിൻ്റെ വാതിൽ അടച്ച് പൂട്ടാറുണ്ട്. അതൊക്കെ പരിചിതമാണ്. എന്നാൽ അതേസമയം തന്നെ നമ്മെ കാണാൻ ആരെങ്കിലും താല്പര്യപ്പെട്ടു വരുന്നു, അവരുടെ മുഖത്തേക്ക് വാതിൽ കൊട്ടി അടയ്ക്കുന്നത് ഒട്ടും യോജ്യമല്ല. അത് ഇനിയും പ്രതീകാത്മകമായി ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പല സാധ്യതകളും കാലാകാലങ്ങളിൽ വരാറുണ്ട്. അവയോടെ തുറന്ന മനസ്സോടെ പ്രതികരിക്കാനും അടഞ്ഞ മനസ്സോടെ അവയെല്ലാം നിരാകരിച്ച് എൻ്റെ ജീവിതം മുഴുവനും പാഴാണ്, ഇതിലൊരു നന്മയുമില്ല എന്ന ധാരണയിൽ ആണ്ടുപോകുവാനും നമുക്ക് സാധിക്കും. അത് നമ്മുടെ തീരുമാനമാണ്. മനുഷ്യരുടെ മനസ്സ് അവരുടെ പരിമിതമായ അവസ്ഥകൾക്കപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന സാധ്യതകളിലേക്ക് തുറക്കേണ്ട ഒരു വലിയ ആവശ്യമുണ്ട്. അത് മനുഷ്യത്വത്തിൻ്റെ ഒരു പ്രത്യേകമായ ആവശ്യമാണ്. മറ്റ് മൃഗങ്ങൾക്കോ ജീവജാലങ്ങൾക്കോ ഈ ഒരു ആവശ്യമുണ്ട് എന്ന് നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ അത് പ്രാവർത്തികമായി വ്യാവഹാരികമായി ഒരാവശ്യം. ഉദാഹരണമായിട്ട് നമ്മുടെ മുറ്റത്ത് ഒരു ചെടിയുണ്ടെങ്കിൽ അതിൽ മുട്ട് വന്നാൽ അത് വികസിച്ച് പൂവാകണമെങ്കിൽ സൂര്യൻ ഉണ്ടായിരിക്കണം, സൂര്യപ്രകാശം. എല്ലാ മുകുളങ്ങളും വിടരുന്നത് സൂര്യനിലേക്കാണ് നമുക്കറിയാം. എല്ലാ സസ്യങ്ങളും മരങ്ങളും ഒക്കെ വളരുന്നത് സൂര്യനിലേക്കാണ്. അപ്പോൾ തന്നിൽ നിന്ന് തനിക്ക് അതീതമായി സ്ഥിതി ചെയ്യുന്ന എന്തിനെയോ കാംക്ഷിക്കുവാനുള്ള ഒരു വലിയ ദാഹം ഈ പ്രകൃതിയിൽ, സൃഷ്ടിയിൽ ആകമാനമുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇതിൻ്റെ സാമൂഹികവും വൈകാരികവുമായ ഭാഗമാണ് ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയോട് തോന്നുന്ന സ്നേഹവും അടുപ്പവും ആകർഷണവുമൊക്കെ. എന്നാൽ ഒരു വ്യക്തി അവനിൽ മാത്രം കേന്ദ്രീകരിച്ച് അവൻ്റെ വ്യക്തിത്വത്തിൻ്റെയും അവൻ്റെ ജീവിതത്തിൻ്റെയും വാതിലുകൾ മുഴുവനും കൊട്ടിയടച്ച് എൻ്റെ ജീവിതത്തിൽ എനിക്ക് മാത്രമേ ഇടമുള്ളൂ,
മറ്റാർക്കും കാല് ചവിട്ടുവാൻ ഞാൻ അനുവാദം കൊടുക്കുകയില്ല എന്ന നിർബന്ധം പിടിച്ച് ഒരു വ്യക്തിക്ക് ജീവിക്കുവാനും ഇരിക്കുവാനും സാധിക്കും. അത് ആ വ്യക്തിയുടെ ജീവിത ദാരിദ്ര്യത്തിൻ്റെ കാരണമായി. എന്നാൽ അതേസമയം തന്നെ എന്തും ആർക്കും ഏത് സമയത്തും കൊണ്ട് നിക്ഷേപിക്കാവുന്ന ഒരു ഡംപിങ് ഗ്രൗണ്ടാണ്, ഒരു ചതുപ്പ് സ്ഥലമാണ് എൻ്റെ ജീവിതം. ആർക്കും വന്ന് കയറാം, ചവിട്ടാം, മാലിന്യങ്ങൾ നിക്ഷേപിക്കാം എന്ന വിധത്തിൽ ജീവിക്കുന്നവരുമുണ്ട്. അത് വലിയ അപകടമാണ്. അതുകൊണ്ടാണ് വാതിൽ എന്ന ആശയം. യേശു പറഞ്ഞു, ഞാൻ വാതിലാകുന്നു. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ ഞാൻ വാതിലാകുന്നു. ഞാൻ അതിനെപ്പറ്റി മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുള്ളത് കൊണ്ട് ആ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഞാനിവിടെ ആവർത്തിക്കില്ല. അപ്പോൾ മനുഷ്യൻ്റെ പ്രാഥമികമായ മനുഷ്യത്വത്തിൻ്റെ പ്രാഥമികമായ ആവശ്യം തനിക്ക് അതീതമായുള്ള സാഹചര്യങ്ങൾ, അവസ്ഥകൾ, യാഥാർത്ഥ്യങ്ങൾ അവയിലേക്ക് സ്വയത്തെ ഒന്ന് തിരിക്കുവാനും അതിനോട് സകാരാത്മകമായി പ്രതികരിക്കാനും ബന്ധം പുലർത്തുവാനും നമുക്ക് ആവശ്യമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും അത്യുന്നതമായ സാധ്യതയാണ് ദൈവം എന്ന ഒരു യാഥാർത്ഥ്യം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിരീശ്വരവാദികളെ സംബന്ധിച്ചിടത്തോളം അർത്ഥശൂന്യമാണെന്ന് തോന്നുവാൻ സാധ്യതയുണ്ട് എന്നത് ഞാൻ മറക്കുന്നില്ല. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആൾ തന്നെയാണ്. ഞാനൊരു കാലത്ത് നിരീശ്വരവാദിയാകാൻ വളരെ ശ്രമിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്നതും എനിക്ക് അറിയാം. അതുകൊണ്ട് ഇന്ന് ഞാൻ ദൈവത്തിൽ ആഴമായി വിശ്വസിക്കുന്നു. മനുഷ്യ വ്യക്തിത്വത്തിൻ്റെയും മനുഷ്യ ജീവിതത്തിൻ്റെയും ഉറവിടം ദൈവമാണ് എന്നതാണ് എൻ്റെ അടിയുറച്ച വിശ്വാസം. അപ്പോൾ ദൈവമെന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യം അതെന്തുകൊണ്ടാണ് നമുക്ക് വളരെ അതീതമായി വർത്തിക്കുന്നു എന്ന് നമുക്ക് തോന്നുന്നു. ദൈവത്തെപ്പറ്റി നാം ചിന്തിക്കുമ്പോൾ രണ്ട് തികച്ചും വ്യത്യസ്തമായ സങ്കല്പങ്ങളാണ് നമ്മുടെ മനസ്സിലുള്ളത്. ഒന്ന്, ദൈവം നമ്മുടെ ഉള്ളിലാണ്. അതിനെപ്പറ്റി അടുത്ത കാലത്ത് 2-3 വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുള്ളതാണ്. ദൈവം നമ്മുടെ ഉള്ളിലാണ്. അതേസമയം തന്നെ ദൈവം ദൂരസ്ഥനാണ്, നമുക്ക് അതീതമാണ്. ആരുടെയും പിടിയിലൊതുങ്ങാത്ത, ആരുടെയും ബുദ്ധിയിലൊതുങ്ങാത്ത ഒരത്ഭുത പ്രതിഭാസമാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ ആകെത്തുകയേക്കാൾ വലുതായ ഒരു പ്രതിഭാസമാണ് എന്ന സങ്കല്പം വളരെ അത്യാവശ്യമാണ്. കാരണം നമ്മുടെ ഉള്ള് ഒന്ന് തുറക്കുന്നതിന് വേണ്ടി, നമ്മുടെ ഉള്ള് ഒന്ന് വികസിക്കുന്നതിന് വേണ്ടി, നമ്മുടെ ബോധതലങ്ങൾ ഒന്ന് വളരുന്നതിന് വേണ്ടി, അതിൽ കൂടെ നമ്മുടെ ഉള്ളിലെ സാധ്യതകൾ വളർച്ച പ്രാപിക്കുന്നതിന് വേണ്ടി ഇത് വളരെ ആവശ്യമാണ്. എൻ്റെ അഭിപ്രായത്തിൽ നാം ദൈവത്തിൽ വിശ്വസിക്കേണ്ടത് സ്വർഗത്തിൽ പോകാനോ നരകം ഒഴിവാക്കാനോ അല്ല. നാം ദൈവത്തിൽ വിശ്വസിക്കേണ്ടത് നമ്മെ തന്നെ അതിൻ്റെ അർത്ഥത്തിൽ, അതിൻ്റെ സത്യത്തിൽ, അതിൻ്റെ പൂർണ്ണതയിൽ, എല്ലാ സാധ്യതകളിലും മനസ്സിലാക്കുവാനും നമ്മിലടങ്ങിയിരിക്കുന്ന മഹത്തരമായ സാധ്യതകളെ കൂടുതൽ കൂടുതൽ തിരിച്ചറിഞ്ഞ് അത് പ്രവർത്തനക്ഷമമാക്കുന്നതിൽ കൂടെ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ മാഹാത്മ്യം കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിനുമായിട്ടാണ്. ഒരു വ്യക്തി അവനിൽ മാത്രം കേന്ദ്രീകരിച്ച് അവന് വേണ്ടി ജീവിക്കുമ്പോൾ അവൻ്റെ ഉള്ളിലുള്ള മാഹാത്മ്യമേറിയ സാധ്യതകൾ മുഴുവനും നിഷ്ക്രിയമായി അവിടെ സ്ഥിതി ചെയ്യുന്നു. നശിച്ചു പോകുന്നില്ല, നിഷ്ക്രിയമായി അവിടെ ഇരിക്കുകയാണ്. അതുകൊണ്ട് അവനോടുള്ള ബന്ധത്തിൽ അവൻ്റെ ഉള്ളിൽ ഇപ്രകാരമുള്ള നന്മകളുണ്ട് എന്ന് അനുഭവത്തിൽ കൂടെ തിരിച്ചറിയുവാൻ ആർക്കും സാധ്യമാകുന്നില്ല. അതുകൊണ്ട് യേശുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നിന്റെ ഉള്ളിലുള്ള വെളിച്ചം അത് ഒരു വലിയ പറയിൻ കീഴിലായിട്ട് ആർക്കും പ്രയോജനമില്ലാത്ത ഒരു കാര്യമായി അവിടെ സ്ഥിതി ചെയ്യുകയാണ്. ഇത് നിന്റെ അവസ്ഥ നിന്നെ തന്നെ കുറ്റം വിധിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇത് തിരിച്ചറിഞ്ഞ് ഈ അവസ്ഥയിൽ നിന്ന് മാറ്റം പ്രാപിക്കുക നമ്മുടെ ആവശ്യമാണ്. ഇനി നമുക്ക് സങ്കീർത്തനത്തിലേക്ക് തിരിച്ചു വരാം. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത്
വാതിലുകളെ, നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേയുള്ള കഥകളെ ഉണർന്നിരിപ്പീൻ. എന്താണ് ഉണർന്നിരിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം? ഉണർന്നിരിക്കുമ്പോഴാണ് നമ്മുടെ ബോധം വേണ്ടതുപോലെ പ്രവർത്തിക്കും. അപ്പൊ ബോധമുള്ളവർക്ക് മാത്രമേ എന്ത് സ്വീകരിക്കണം, എന്ത് തിരസ്കരിക്കണം, എന്തിനാണ് വില കൽപ്പിക്കേണ്ടത്, എന്തിനാണ് വില കൽപ്പിക്കരുതാത്തത്, എന്താണ് അഭികാമ്യം, എന്താണ് അപകടം എന്ന് തിരിച്ചറിഞ്ഞിട്ട് എന്തിനെയാണ് സ്വീകരിക്കേണ്ടത്, എന്തിനെയാണ് തള്ളേണ്ടത്, എന്തിനെയാണ് കൊള്ളേണ്ടത്, എന്തിനെയാണ് തള്ളേണ്ടത്, അതിനനുസരിച്ച് ഈ ലോകത്തോട് പ്രതികരിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. യേശു ഒരു ഉപമയിൽ കൂടെ പറഞ്ഞതുപോലെ ഈ ലോകത്തിൽ ഗോതമ്പും കളയും ഒരുപോലെ തോളോട് തോള് ഒരുമി വളരുന്ന ഒരു അവസ്ഥയാണ്. ദിസ് വേൾഡ് ഈസ് ഓൾവേസ് ഇൻ എ മിക്സ്ഡ് അപ്പ് സ്റ്റേറ്റ്. അത് പലർക്കും അംഗീകരിക്കാൻ പ്രയാസമാണ്. ഈ അടുത്ത കാലത്ത് കേരളത്തിൽ വളരെയധികം ജനപ്രീതി ആർജിച്ച ഒരു വീഡിയോ ഉണ്ട്. ഇങ്ങനെ തിന്മയൊക്കെ ഉള്ള ലോകം സൃഷ്ടിച്ച ദൈവത്തെ നമ്മളാരും ആരാധിക്കരുത്, ദൈവം മണ്ടനാണ്. വേറൊരു മഹാൻ പറയുന്നുണ്ട് ഇങ്ങനെയുള്ള ദൈവത്തെ ഓടിച്ചിട്ട് തല്ലണം. ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ കേരളത്തിൽ വളരെയധികം ജനപ്രീതി ആർജിക്കുന്നുണ്ട് എന്നത് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ അതിൻ്റെ അർത്ഥം മനസ്സിലാകാതെ ഉള്ള പ്രതികരണങ്ങളാണ് എന്നതാണ് എനിക്ക് വളരെ വിനീതമായി എവരോടും അറിയിക്കാനുള്ളത്. ഇപ്രകാരമുള്ള ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ നല്ലതായതിനെ ഉൾക്കൊള്ളുവാനും തിന്മയായതിനെ ഉപേക്ഷിക്കുവാനുമുള്ള തിരിച്ചറിവും തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യവും ഇതേ സൃഷ്ടികർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട്. ഇത് മനുഷ്യൻ പ്രയോഗിക്കാതെ അവൻ മൃഗത്തെ പോലെ തന്നെ അധപ്പതിപ്പിച്ച്, ഒരുപക്ഷെ മൃഗത്തേക്കാൾ മോശമായ അവസ്ഥ പ്രാപിച്ച്, തികച്ചും നികൃഷ്ടമായ, കിരാതമായ, നീചമായ, മ്ലേച്ഛമായ രീതിയിൽ വ്യക്തികൾ പ്രവർത്തിക്കുവാൻ അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ ഉപയോഗിച്ച് അവർ തിരഞ്ഞെടുക്കുമ്പോൾ, ആ പാത തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ പഴി ദൈവത്തിൽ ചാരിയിട്ട് ഞങ്ങൾക്കതിൽ യാതൊരു ചുമതലയുമില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നതിൽ എന്തെങ്കിലും യുക്തിയുണ്ടോ? ഞാൻ ഭക്തിയുടെ കാര്യമേ അല്ല പറയുന്നത്. ഇതിൽ എന്തെങ്കിലും യുക്തിയുണ്ടോ? എനിക്ക് നന്മ തിന്മകളെ പറ്റിയുള്ള അറിവുണ്ട്. നന്മയെ സ്വീകരിക്കാനും തിന്മയെ തിരസ്കരിക്കുവാനുമുള്ള സ്വാതന്ത്ര്യവുമുണ്ട്. എല്ലാറ്റിനും ഉപരി നന്മ എന്താണ്, തിന്മ എന്താണ് എന്ന് തിരിച്ചറിയുവാനുള്ള കഴിവുമുണ്ട്. ഇതൊക്കെ ആയിരിക്കെ ഞാൻ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് തിന്മയാണ് എന്ന് വ്യക്തമായി അറിഞ്ഞുകൊണ്ട് ഞാൻ അതിനെ തിരഞ്ഞെടുത്ത് ആ വഴിയെ സഞ്ചരിക്കുമ്പോൾ അതുകൊണ്ട് എന്തൊക്കെ സംഭവിക്കുന്നു, അതുകൊണ്ട് തിക്തമായ നീചമായ കാര്യങ്ങൾ മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം. അതിൻ്റെ ചുമതല എനിക്കല്ല, എന്നെ സൃഷ്ടിച്ച ദൈവത്തിനാണ് എന്ന് പറയുന്നതിൽ എന്താണ് യുക്തി എന്ന് ദയവായി ചിന്തിക്കും. ഇനി എനിക്ക് പ്രധാനമായും ഇതല്ല പറയാനുള്ളത്, ഇത് സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. എനിക്ക് ഏറ്റവും ഊന്നലോടുകൂടെ അവരോടും പറയാനുള്ളത്, നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ വാതിലുകൾ ഇപ്രകാരം ഉണരുകയും അങ്ങനെ ഉണരുന്നതിൻ്റെ ഫലമായി നല്ലതിനെ സ്വീകരിക്കുകയും തിന്മയായതിനെ തിരസ്കരിക്കുകയും ചെയ്യുന്ന ഈ ഒരു അവസ്ഥ പ്രാപിക്കേണ്ടതിൻ്റെ ആവശ്യം എന്താണ്? അതിൻ്റെ ആവശ്യം അപ്രകാരം മാത്രമേ നാം വളരുകയുള്ളൂ എന്നതാണ്. ഞാൻ ദൈവത്തെ മനസ്സിലാക്കുന്നത്, വിലമതിക്കുന്നത് എൻ്റെ വളർച്ചയുടെ മൂലമർമ്മമായിട്ടാണ്. I value God as a continuous, gentle, creative pressure exerted on me to grow to my full potential. ഇത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിലയേറിയ പ്രമാണങ്ങളിൽ ഒന്നാണ്. ഞാൻ യേശുവിൻ്റെ പഠിപ്പീരുകളെ ശ്രദ്ധ വെച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അത് ആദ്യം മുതൽ അവസാനം വരെ മനുഷ്യൻ അവൻ്റെ മനുഷ്യത്വത്തിൻ്റെ അപാരമായ സാധ്യതകളുടെ പൂർണ്ണതയിലേക്ക് വളരണമെന്ന വലിയ താല്പര്യം
വ്യക്തമായി അതിൽ പ്രതിബിംബിക്കുന്നത് ഞാൻ കാണാറുണ്ട്. അതുകൊണ്ടാണ് ഈശോ നിങ്ങൾ സൽഗുണ പൂർണ്ണരായിരിപ്പീൻ. ഇവിടെ ദൈവസങ്കല്പത്തിന്റെ പ്രസക്തി എന്താണ്? പ്രധാനപ്പെട്ട 2 കൽപ്പന ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തിലുണ്ട്. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കണം. പൂർണ്ണം 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 4 തവണ ഒരു വാക്യത്തിൽ ആവർത്തിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത്, നാം ദൈവത്തെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ തെളിവ് എല്ലാറ്റിൻ്റെയും പൂർണ്ണത പ്രാപിപ്പാൻ, പ്രത്യേകിച്ച് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ തന്നെ പൂർണ്ണത പ്രാപിപ്പാൻ, നാം ഏതെല്ലാം സാഹചര്യത്തിൽ ഏർപ്പെടുന്നു അതിൻ്റെയൊക്കെ പൂർണ്ണത അന്വേഷിച്ച് മനസ്സിലാക്കുവാൻ നാം ഉള്ളിൽ അനുഭവിക്കുന്ന വലിയ വ്യഗ്രതയാണ്, വലിയ ദാഹമാണ്, അദമ്യമായ ദാഹമാണ്. ദൈവം എന്ന് പറഞ്ഞാൽ പൂർണ്ണത പ്രാപിപ്പാനുള്ള നമ്മുടെ ഉള്ളിലെ അദമ്യമായ ദാഹം. അതിനാണ് നാം ദൈവം എന്ന് പേര് കൊടുക്കുന്നത്. ആ ദാഹം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഉള്ള അവകാശം നാം പ്രാപിക്കും. എന്നാൽ അതില്ലാതെ വെറും അല്പത്തരത്തിൻ്റെ അട്ടപ്പുഴുക്കളായി നാം കഴിയുകയും നാം അർഹിക്കാത്ത ആനുകൂല്യം ദൈവം തരണമെന്ന് ദൈവത്തെ ആരാധിക്കുന്നു എന്ന വിധത്തിൽ ദൈവത്തിൻ്റെ മുമ്പിലിരുന്ന് ഭിക്ഷയാചിക്കുകയും തെണ്ടുകയും ചെയ്യുന്ന ഗതികേടിലാണ് ബഹുഭൂരിപക്ഷം ക്രിസ്ത്യാനികൾ. മറ്റുള്ളവരെ പറ്റി എനിക്കറിയില്ല. ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്, പറയേണ്ടി വന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. പക്ഷെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ക്രിസ്ത്യാനികൾ അവരുടെ ഭക്തിയിൽ കൂടെ ആർജിച്ചെടുക്കുന്നത് ദൈവത്തിൻ്റെ മുമ്പിൽ തെണ്ടികളായി സ്ഥിതി ചെയ്യാനുള്ള ഒരു അവസ്ഥ മാത്രമാണ് എന്നത് ഏറ്റവും സങ്കടകരമായ ഒരു യാഥാർത്ഥ്യമാണ്. അതിനപ്പുറത്തൊരു ദർശനം വിശ്വാസികൾക്ക് നൽകുവാൻ സഭകൾ കൂട്ടാക്കുന്നില്ല. ഒരു പക്ഷേ അതിനുള്ള ആത്മീയമായ പ്രബുദ്ധത സഭകൾക്ക് അല്പമേ ഇല്ല എന്നത് നാം തിരിച്ചറിയണം. എന്നാൽ യേശുവിൻ്റെ പഠിപ്പീരുകളെ നിങ്ങൾ ശ്രദ്ധിക്കുമെങ്കിൽ ഇതിൽ നിന്ന് തുലവും വ്യത്യസ്തമാണ്. സഭകൾ അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന വിശ്വാസികളുടെ വ്യക്തിപരമായ വളർച്ചയെ ഭയക്കുന്നുവെങ്കിൽ യേശുവോ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിത്വത്തിന്റെ വളർച്ച അതിൽ അനുനിമിഷം സന്തോഷിക്കുന്നു എന്നതാണ് എൻ്റെ യാഥാർത്ഥ്യം. വിശ്വാസം എന്നത് തന്നെ, യേശുവിൻ്റെ കാഴ്ചപ്പാടിൽ വിശ്വാസം എന്നത് തന്നെ വളർച്ചയുടെ ഒരു മർമ്മമാണ്. നമുക്ക് വളർച്ചയുണ്ടെങ്കിൽ മാത്രമേ ഏത് സാഹചര്യത്തിലായിരുന്നാലും അതിൻ്റെ ഏറ്റവും നന്മയേറിയ വശം തിരിച്ചറിയുവാനും അതിനനുസരിച്ച് അത് പ്രയോജനപ്പെടുത്തുവാനും നമുക്ക് സാധ്യമാകുകയുള്ളൂ. ഏറ്റവും മഹത്തരമായ ഒരു പുസ്തകം ഇവിടെ എൻ്റെ മേശപ്പുറത്തിരുന്നാൽ എനിക്ക് വായിക്കാൻ അറിയാൻ വയ്യെങ്കിൽ അതുകൊണ്ട് എനിക്ക് എന്ത് പ്രയോജനം? അവിടെ ഒരു കരിങ്കൽ ഇരിക്കുന്നതും കാളിദാസന്റെ മഹത്തായ ഒരു കൃതി ഇരിക്കുന്നതും തുല്യമാണ്. അതുകൊണ്ട് തന്നെ നാം മനസ്സിലാക്കണം, നമ്മുടെ വളർച്ച കൊണ്ട് മാത്രമാണ് അനുഗ്രഹത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുവാൻ ഇടയാകുന്നത്. അനുഗ്രഹത്തിന്റെ കലവറയുടെ താക്കോൽ നമ്മുടെ വ്യക്തിത്വത്തിന്റെ വളർച്ചയാണ്. എന്നാൽ നമ്മുടെ വളർച്ചയ്ക്ക് ഇടം കൊടുക്കാതെ നമ്മെ ഇങ്ങനെ അട്ടപ്പുഴുക്കളെ പോലെ കാത്തു സൂക്ഷിക്കുന്ന അവസ്ഥ എന്താണ്? വാതിലുകൾ കൊട്ടി അടച്ചു വെച്ചിരിക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ. തലകളെ ഉയർത്തുമ്പോൾ ഇപ്പൊ കുനിഞ്ഞിരുന്നാൽ നമുക്കൊന്നും തിരിച്ചറിയാൻ സാധ്യമല്ല. കുനിഞ്ഞിരുന്നുകൊണ്ട് ഒന്നുമില്ലേ എന്ന് പറഞ്ഞ് നമുക്ക് ആത്മാർത്ഥമായി പറയാം, ഞാൻ പറയുന്നത് സത്യമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ പറയാം. പക്ഷെ അത് സത്യമാകണമെന്നില്ല. കാരണം എന്താണ്? തല കുനിഞ്ഞാണിരിക്കും. തലകളെ ഉയർത്തുവീൻ. നാം തലകളെ ഉയർത്തുമ്പോൾ അങ്ങ് മുൻപ് ദൂരെയുള്ള കാര്യങ്ങൾ കാണാൻ സാധിക്കും. മനുഷ്യൻ നമുക്കറിയാം, മൃഗങ്ങളുടെ തല ഇങ്ങനെയാണ്, ഹൊറിസോണ്ടലായിട്ടാണ്. മനുഷ്യന്റെ തല വേർട്ടിക്കലായിട്ടാണ്. എന്തിനാണ്? ദൂരദർശനം ഉണ്ടാകാനാണ്. വിഷൻ എന്ന് പറയും, വിഷൻ. എന്നാൽ മൃഗങ്ങളെ പോലെ മനുഷ്യനായി കഴിയുമ്പോൾ അവൻ്റെ മുമ്പിലുള്ളത് മാത്രമേ കാണൂ. അങ്ങ് ദൂരമായി
അങ്ങ് ദൂരെ ഭാവിയിൽ മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പ്രാപിക്കത്തക്കവണ്ണം ഇന്ന് വിശ്വസ്തയോടെ സ്ഥിരമായി ഓടിയാൽ നാം ആ മഹനീയമായ ലക്ഷ്യത്തിൽ ചെന്നെത്തും എന്ന് തിരിച്ചറിയണമെങ്കിൽ ഒരു വ്യക്തിയുടെ തല ഒന്ന് പൊക്കണം. വാതിലുകളെ, നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ. അപ്പോൾ നിങ്ങൾ ഇന്ന് വരെ കാണാത്ത പല സാധ്യതകൾ നിങ്ങൾ കാണും. തല കുനിച്ചു വെച്ചുകൊണ്ടാണ് പറയുന്നത് ദൈവമില്ല, അല്ലെ ദൈവത്തെ വിശ്വസിക്കുന്നവൻ മണ്ടനാണ്, അവനെ കണ്ടാൽ കാർക്കിച്ച് തുപ്പണം എന്നൊക്കെ പറയുന്ന അങ്ങനെ. തല കുനിഞ്ഞിരുന്നോണ്ട് എന്തും പറയും. അങ്ങനെ തല കുനിഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളുടെ മുമ്പിൽ പോയിരുന്നു നമ്മുടെ തല കുറച്ചുകൂടെ കുനിച്ച് എന്ത് വിട്ടിത്തം പറഞ്ഞാലും ഒരു കൈയടിക്കും. അങ്ങനെ തല കുനിച്ച് മാത്രം ഇരിക്കുന്ന ആളുടെ മുമ്പിൽ തല ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഒരാള് അങ്ങനെ തല ഉയർത്തിപ്പിടിച്ചത് കൊണ്ട് കാണുന്ന യാഥാർത്ഥ്യങ്ങൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ അവർ കൂക്കു വിളിക്കും. എടവനം ഉണ്ടായിരുന്നു ഇവിടെ എന്ന് അവർ പറയും, അവർ കിറുക്കാണെന്ന് പറയും. ഈ യാഥാർത്ഥ്യം നമുക്കറിയാവുന്നതാണ്. പണ്ടേയുള്ള കഥകളെ ഉണർന്നിരിപ്പീൻ. എന്താണ് ഈ പണ്ടേയുള്ള കഥകൾ? അതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പണ്ടേയുള്ള കഥകൾ മനുഷ്യന്റെ മനസ്സിന്റെ അടഞ്ഞ് ഇരിക്കുന്ന അവസ്ഥയാണ്. മനുഷ്യന്റെ മനസ്സ്, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ, എൻ്റെ മനസ്സ് അടച്ച് വെക്കുന്നത് തന്നെയാണ് എനിക്ക് നല്ലത് എന്ന് ചിന്തിക്കുന്ന അനേക ആളുകളുണ്ട്. എന്ന് മാത്രവുമല്ല, നീ ഒരു വിശ്വാസിയാണെങ്കിൽ നിന്റെ മനസ്സ് അടച്ചു വെച്ചോണം, അതിനകത്തൊന്നും അകത്തോട്ട് കയറാൻ സമ്മതിക്കരുത് എന്ന് നിർബന്ധമായി പഠിപ്പിക്കുന്ന കൂട്ടരുടെ പേരാണ് പുരോഹിതന്മാർ എന്നുള്ളത്. അതുകൊണ്ട് അവരുടെ പുറകെ പോകുന്നവർ എപ്പോഴും തല കുനിച്ച് ഇങ്ങനെ ഇരുന്ന് ഒരു നന്മയുമില്ല, ഒരു സാധ്യതയുമില്ല. അതുകൊണ്ട് സ്വർഗത്തിൽ പോയി അവിടെ ഒരു കാപ്പിക്കട തുടങ്ങാം, അതിനപ്പുറത്തൊന്നും കാണാൻ നമുക്ക് താല്പര്യമില്ല. ഇത് പ്രത്യേകം മനസ്സിലാക്കാം. നമ്മുടെ മനസ്സ് തുറക്കണം. വലിയ വലിയ സാധ്യതകളുടെ മധ്യത്തിലാണ് നാം വസിക്കുന്നത്. എന്നാൽ ആ സാധ്യത തിരിച്ചറിയുവാനോ അതിൻ്റെ മേന്മകൾ, ഗുണഫലങ്ങൾ സ്വായത്തമാക്കുവാനോ കഴിയണമെങ്കിൽ അപ്രകാരമുള്ളൊരു വ്യക്തിത്വം നാം പ്രാപിക്കണം. ദൈവത്തിൻ്റെ മഹനീയമായ അനുഗ്രഹങ്ങൾ സ്വീകരിക്കാൻ കഴിയാത്ത വിധത്തിൽ നാം നമ്മുടെ ജീവിതത്തെ, സാഹചര്യങ്ങളെ ചുരുക്കിക്കളഞ്ഞു. നമ്മുടെ വ്യക്തിത്വത്തെ കൊട്ടി അടച്ചു കളഞ്ഞു. നമ്മളിപ്പോൾ കമത്തി വെച്ച തൊട്ടിയുടെ കൂട്ടാണ്. അതിനകത്ത് വെള്ളമൊഴിക്കാൻ നോക്കിയാൽ ഒരു തുള്ളി അകത്തോട്ട് പോകത്തില്ല. നാം നമ്മുടെ തന്നെ വിളക്കിൻ്റെ വെളിച്ചമില്ലാതാക്കുന്ന തൊട്ടികളാണ്, പറകളാണ്. ഞാൻ പറഞ്ഞു, ക്രിസ്ത്യാനികൾ പറയന്മാരാണ് എന്ന് ഞാൻ പറഞ്ഞു. ഇത് അടച്ചു കിടക്കുന്ന വാതിലുകൾ ആരുടെ വ്യക്തിത്വത്തെ സൂചിപ്പിക്കുന്നുവോ അവരുടെ ദുരിത അവസ്ഥയാണ്. ഇതിനെപ്പറ്റി ഒരു ബോധം ഉണ്ടാകണമെന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. പ്രത്യേകിച്ച് മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കത്തക്കവണ്ണം, ഞാൻ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ, യഹൂദന്റെ ചരിത്രപരമായ വികസനത്തിൽ അവൻ ഒരു കാലത്ത് ദൈവത്തെ മനസ്സിലാക്കിയിരുന്നത് യോദ്ധാവായും, അതിനുശേഷം രാജാവായും, അതിനുശേഷം ന്യായാധിപനായും, ഇങ്ങനെ പല വിധത്തിൽ ദൈവസങ്കല്പങ്ങൾ മാറി മാറി വന്നു എന്ന് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. ദൈവം നിന്റെ ഉള്ളിലേക്ക് വരുവാൻ തക്കവണ്ണം നിന്റെ വ്യക്തിത്വത്തിന്റെ വാതിൽ തുറക്കണം. തുറന്നാൽ ഈ ലോകത്തെ പറ്റിയുള്ള നിന്റെ ദർശനം തന്നെ മാറിപ്പോകും. നിന്റെ സാധ്യതകളെ പറ്റിയുള്ള നിന്റെ സങ്കല്പങ്ങൾ, നിന്റെ തിരിച്ചറിവുകൾ വിപ്ലവാത്മകമായ മാറ്റം വരും. യേശുവിൻ്റെ ഭാഷയിൽ നീ ലോകത്തിന്റെ വെളിച്ചമായി വളരും. വളരാത്ത ഒരു വ്യക്തിക്ക് പോലും വെളിച്ചമായി തീരുവാൻ സാധ്യമല്ല എന്ന് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമുണ്ടോ? വളരാത്തവർ അന്ധകാരത്തിന്റെ ആത്മാക്കളാണ്. അന്ധകാരം വളർച്ചയില്ലായ്മയുടെ പ്രതീകമാണ്. അതുകൊണ്ട് ആത്മീയതയുടെ ഏറ്റവും പ്രാഥമികവും ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതുമായ ചുമതല വളരുക 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 എന്നുള്ളത്. പക്ഷെ ആ വളർച്ച പ്രാപിക്കണമെങ്കിൽ ഈ തുറന്ന മനസ്സ് നമുക്ക് ആവശ്യമാണ്. പക്ഷേ ഈ മനസ്സ് എപ്പോഴും തുറന്നു വെച്ചുകൊണ്ടിരുന്നാൽ മഹത്വത്തിന്റെ രാജാവായിരിക്കുകയില്ല. ഇവിടെ നടക്കുന്ന രാജാക്കന്മാർ അതിനകത്ത് കയറി പിന്നെ അവിടെ അവരെന്തൊക്കെ കാണിക്കുമെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല. അതുകൊണ്ട് നിന്റെ
വ്യക്തിത്വത്തിന്റെ വാതിൽ മഹത്വത്തിന്റെ രാജാവിലേക്ക് തുറന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണ് നിന്റെ ഉള്ളിൽ ഇടം പിടിക്കാൻ അർഹതയുള്ളത്, എന്തിനാണ് അതിന് അർഹത നീ അനുവദിക്കരുതാത്തത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി വ്യക്തമായ ധാരണ നിനക്കുണ്ടാകുകയും തന്മൂലം നിന്റെ വ്യക്തിത്വത്തിൽ അഭൂതപൂർവമായ സൗന്ദര്യവും പ്രകാശവും ഫലപുഷ്ടിയും ഉണ്ടാകും. അതാണ് അനുഗ്രഹത്തിൻ്റെ, അത്ഭുതാവഹമായ അനുഗ്രഹത്തിൻ്റെ കാതലായ മർമ്മം എന്നാണ് ഈ പ്രസ്താവനയുടെ രക്തചുരുക്കം. വാതിലുകളെ ഉണർന്നിരിപ്പീൻ, പണ്ടേയുള്ള കഥകളെ ഉണർന്നിരിപ്പീൻ, വാതിലുകളെ ഉയർന്നിരിപ്പീൻ, പണ്ടേയുള്ള കഥകളെ ഉണർന്നിരിപ്പീൻ, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ.